ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ പാടത്ത് പുഞ്ചകൃഷിയുടെ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മോട്ടറച്ചൻ മോട്ടർ ഓടിക്കുന്ന നമ്മുടെ അയൽവക്കത്തെ മോട്ടറുടെ പെട്ടിയും പറയൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പെട്ടിയും പറ ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് ആ പെട്ടിക്കകത്തൂടെ പുറത്തേക്ക് സ്വല്പം ഒഴുക്കുണ്ട്. കാരണം പെട്ടിയും പറ ഉറപ്പിക്കുന്നത് സൈഡിൽ പന്നലിൻ്റെ കാടും ചെളിയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുത്തിയാണ് ഉറപ്പിക്കുന്നത്. പല സ്ഥലങ്ങളിലും ചാക്കിനകത്ത് ചെളി നിറച്ച് അടുക്കിയിട്ട് അത് ഇങ്ങനെ ഉറപ്പിക്കാറുണ്ട്. ഉറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വെക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ അവിടേക്ക് പോവുകയാണ്. അതിൻ്റെ പെട്ടിക്കകത്തൂടെ കുറച്ച് വെള്ളം ഒഴുകുന്നുണ്ട്. അതായത് പുഴയിലെ വെള്ളം കുറവായതുകൊണ്ട് പുഴയിലെ വെള്ളം കുറവായതുകൊണ്ടും പാടത്തെ വെള്ളം കൂടുതലായതുകൊണ്ടാണ് പുറത്തേക്ക് വെള്ളം ഒഴുകുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണ്. ഒറ്റ വല വീശേണ്ട കാര്യം ഉണ്ടാവുള്ളൂ. പോമേ ചെറിയ സുഹൃത്തുക്കളെ, ഇതാണ് കൃഷിയുടെ ഒരുക്കങ്ങളുടെ ആദ്യഘട്ടം. അതായത് ഇവിടെ പെർമനൻ്റ് ആയിട്ടൊരു മോട്ടറിന് ഷെഡില്ല. ഇവിടെ ഒരു മോട്ടറിന് ഷെഡില്ല. അപ്പം ആ ഷെഡ് ആദ്യം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് അവർ പറയും പെട്ടിയും കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഇനി മോട്ടർ വെക്കണം, പിന്നെ ഇവിടെ കണക്ഷൻ കൊടുക്കണം. അതിന് മുന്നോടിയായിട്ട് ഇവിടെ ഇത് ബണ്ട് കുത്താൻ വേണ്ടി ചെളിയൊക്കെ ഇറക്കിയതിൻ്റെ അലങ്ങൊക്കെ കിടക്കുകയാണ്. സൂക്ഷിച്ച് നടന്നില്ല, ഇവിടെ ചെളിക്കകത്ത് വീഴും. ഇവിടുത്തെ സ്ഥലം തരികയില്ല കേട്ടോ. ഇവിടെയാണ് നമ്മൾ വീഴ്ചാൻ പറ്റിയിരിക്കുന്നത്. എന്തൊക്കെയോ വീഴ്ച പോലെ കൂടുതലായി. ഞാൻ പറഞ്ഞില്ലേ, മിക്കവാറും ഒരു വല വീശിച്ച് വീട്ടിൽ പോകാൻ പറ്റുന്ന സാഹചര്യത്തിൽ മീൻ കിട്ടാനുള്ള വകുപ്പുണ്ട്. കാരണം വേറെ ഒരു നീരൊഴുക്കില്ല ഇവിടെ. ഇവിടെ തുറം വലിച്ച് കളയാൻ ദൂരെയാണ്. രാവിലെ തന്നെ ചെറിയ കൈ വെച്ചിട്ട് ചെറുപ്പം കൊടുക്കും. വലിച്ചേടാ ഏത് കൈ ഏത് കിട്ടുന്നുണ്ട് കിട്ടില്ലേ? പറയാൻ പറ്റും. ഒരു ചെറിയ കല്ലായിരുന്നു. അങ്ങനെ പിടിച്ചോ പിടിച്ചെടുക്കട്ടെ. ചെറിയ സുഹൃത്തുക്കളെ, ഇതുപോലെ ഒരു കമ്പായിരുന്നു. നല്ല രീതിയിൽ മീനുണ്ടായിരുന്നായിരുന്നു. ആ ഒഴുക്കത്ത് വന്ന് കടന്ന ഈ കമ്പെടുത്ത് കളഞ്ഞിട്ട് കൊട്ടക്കകത്തോട്ട് കുറയാവേ. കമ്പാണ്, കമ്പിയാണ്. പുറത്താണ് അകത്താണ്.
വല വീശാൻ മതിയായിരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് കിട്ടിയേക്കുന്ന ചൂടൻ നല്ല മുഴുത്ത ചൂടനാണ്. കാരണം ഇതിൻ്റെ മാക്സിമം വലുപ്പമാണിത്. അത് തന്നെയല്ല, ഇത് മുഴുത്താണെന്ന് പറയാൻ കാരണം ചെറുതായിരുന്നെങ്കിൽ നമ്മുടെ വലയിൽ ഉടക്കുമായിരുന്നു. ഇത് ഒരെണ്ണം പോലും വലയിൽ ഉടക്കിയിട്ടില്ല. ഉണ്ടോ? ഇതാ അവിടെ വല ഉടക്കുന്നില്ലായിരുന്നെങ്കിൽ നല്ല ശരിക്കും മീൻ കിട്ടിയേനെ. ഇത് ചുമ്മാ അതേ കൊട്ടയിലിട്ടിട്ട് ഇങ്ങനെ തേകിയ ഇതിൻ്റെ ഉളുമ്പങ്ങ് പോവും. എന്നിട്ട് കൊക്ക് കുത്താം. അതായത് തല കളയാം. തല കളയാതെ നമുക്കിത് വറുത്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ വെള്ളത്തിലോട്ട് മുക്കിയ ഇതിൻ്റെ ചെതുമ്പലങ്ങ് പോവും. പെണ്ണുമ്പിള്ളക്ക് ഇത്തിരി പണി പറഞ്ഞ് കേട്ടിട്ടല്ലേ. ഇതന്നെ മൊത്തം ചെതുമ്പല. ഏതായാലും നമുക്ക് ഒരു വലയും കൂടെ വീശിയിട്ട് വീട്ടിൽ പോകാം. ഇല്ലേ കിട്ടുന്നത് വറക്കാനായിട്ട് ഉപയോഗിക്കാം. സുഹൃത്തുക്കളൊക്കെ എങ്ങനെ ചെതുമ്പൽ പോകുന്നത് കാണിക്കുക. നമ്മൾ അവിടെ ഇട്ട് കൈയിട്ട് വരയ്ക്കാൻ പറയും. സത്യത്തിൽ കൈയല്ല, വാഴയിലയോ വേറെ എന്തെങ്കിലും സാധനം, വേറെ എന്തെങ്കിലും അല്ല, വാഴയിലയോ ഇതുണ്ട് ചെതുമ്പൽ പോകുന്നത്. അത് ഇങ്ങനെയിട്ട് ഒലച്ചാൽ മതി. നമ്മളിത് ക്ലീൻ ചെയ്യുന്ന നേരത്തിന് അടുത്ത സെറ്റ് മീൻ കയറി വരും. വാഴയില കീറിയിട്ടോ ചകിരി ഇട്ടോ ഒക്കെ ഇത് ഇങ്ങനെ വരയ്ക്കാവുന്നതാണ്. ചട്ടിക്കലത്തിലാണ് ഇച്ചിരി കല്ലുപ്പിട്ട് വരച്ചാൽ പെട്ടെന്ന് പോകും. വേറൊരു സത്യം പറയാനുള്ളത്, നമ്മൾ വയമ്പോ ചൂടിന് വീശി കഴിഞ്ഞിട്ട് എത്ര കുളിച്ചാലും നമ്മുടെ മേത്ത് എവിടെയെങ്കിലും ഒരു ചെതുമ്പൽ കാണും. ചില സമയത്ത് ചില യാത്ര പോകുന്നതിന് മുമ്പായിരിക്കും നമ്മൾ വീശിയിട്ടുണ്ടാവുക. ചില അവസരത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ പറയുമ്പോഴായിരിക്കും അറിയുന്നത്, എടാ നിൻ്റെ അവിടെ ഒരു ചെറിയ ചെതുമ്പൽ ഇരിപ്പുണ്ട് എന്ന് പറയുന്നത്. നിൻ്റെ മുഖത്ത് അല്ലെങ്കിൽ നിൻ്റെ ബിരിയാണിയിൽ എവിടെയെങ്കിലും ഒരു ചെതുമ്പൽ കാണാം. അവർ പറയുമ്പോഴായിരിക്കും നമ്മളത് അറിയുന്നത്. ഇത് ഒരുവിധം ക്ലീനാക്കിയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കുവാണെങ്കിൽ നല്ല ക്ലീനായിട്ട് കിട്ടും. പിന്നെ ഇത് എന്നാ കുടല് ചെത്തിക്കളയണം, ഇല്ലെങ്കിൽ കഴിക്കും. എനിക്ക് തോന്നുന്നു ഷാപ്പുകളിലൊക്കെ ഇത്ര ചെയ്യത്തുള്ളതായിരിക്കും, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. അതിനർത്ഥം മീനിന് ടേസ്റ്റ് ഉണ്ടാകണേ കുറച്ച് ഉളുമ്പ് വേണമെന്നാണ് എനിക്ക് വരുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഇതുപോലുള്ള ഒഴുക്ക് സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് മീൻ കിട്ടണമെങ്കിൽ ആദ്യം ഒന്ന് വീശിയതിന് ശേഷം നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് വീശാൻ പറ്റുള്ളൂ. നമുക്ക് ഏകദേശം മറക്കാനുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ വീശി നോക്കുക, എന്തെങ്കിലും കൂടെ കിട്ടുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഓ വീശിപ്പോയല്ലോ. ഇല്ല വേണ്ട, ഉള്ളത് കൊണ്ട് ഓണം പോയി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളുടെ കിട്ടിയ മീനാണ്. നമ്മൾ ഒരുവിധം ക്ലീൻ ചെയ്തായിരുന്നു. അപ്പോൾ ബാക്കിയൂടെ ക്ലീൻ ചെയ്തിട്ട് അകത്തേക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അവർ ഷാപ്പിൽ വറക്കുന്ന പോലെ വറക്കുവോ അല്ലെങ്കിൽ ഇതിൻ്റെ തല വെട്ടിയിട്ട് കറി വെക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. വാ വീട്ടിലേക്ക് പോകും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളത്തെ കുറച്ച് വാഴയിലേക്ക് എടുത്തിട്ടുണ്ട്. അത് കീറി ഇടണം. എന്നിട്ട് ചെറിയ തോതിൽ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് ബാക്കിയോടെ ഒന്ന് ക്ലീൻ ചെയ്താൽ
ബാക്കി അവർ ചെയ്തോളും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ പിടിച്ച മീൻ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ചെതുമ്പൽ മാത്രം കേട്ടോ. അതായത് ഇതിൻ്റെ തലയരിയോ അല്ലെങ്കിൽ ഇതിൻ്റെ വയറ് കളയോ ഒക്കെ ചെയ്യണമെങ്കിൽ അവർ ചെയ്തോളും. പിന്നെ വേറൊരു കാര്യം, ഇതിപ്പോൾ വേറൊരു കാര്യം, ഇതിപ്പോൾ ഉള്ള ഭർത്താക്കന്മാരെ എവിടെ കിട്ടുമെന്നുള്ള കമൻറ്റ് ദയവ് ചെയ്ത് നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇത് കൊടുത്തിട്ട് കണ്ടത്തിലൊക്കെ പോകേണ്ടതുണ്ട്. കൃഷി തുടങ്ങാൻ പോകുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. അത് നമ്മുടെ കണ്ടത്തിൽ പുല്ലോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളെ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നത്, ദയവ് ചെയ്ത് ഫോളോ ചെയ്താണ് എത്തിക്കുന്നത്. അടുത്ത വീഡിയോ കാണുന്നുണ്ട്. കണ്ടത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇത് വറുത്ത് വെച്ചേക്കും.